പുകച്ചുള്ള യവന്മാരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഈ ബസ്സിന്റെ ഇന്റീരിയർ കണ്ടാൽ മണിയറ പോലെ തോന്നുമെങ്കിലും ബസ്സിന്റെ ഡ്രൈവറും കിളിയൊക്കെ ചെയിൻ സ്മോക്കേഴ്സ് ആണ്. യവന്മാർ ഡ്രൈവർ സീറ്റ് ഇരുന്ന് പുകച്ചങ്ങ് ഓടും. ഇതെല്ലാം കൂടെ അടിച്ച് ബസ്സിന്റെ അകത്തും കയറും. അതിന്റെ കൂടെയാണ് യവന്മാർ ഗോദ്രേജിന്റെ പവർ പോക്കറ്റ് തൂക്കിയിട്ടുണ്ട്. ആരെ കെട്ടിക്കാനാണ് എന്തോ. വണ്ടിന്റെ സ്മെല്ലൂടെ ആകുമ്പോൾ എന്റെ പൊന്നോ ഛർദ്ദിക്കാൻ തോന്നും. അങ്ങനെ ഒരു വിധത്തിൽ ബസ്സിൽ ഇരുന്ന് ആടി ഒലഞ്ഞ് വിശന്ന് ചാവാറായപ്പോൾ കഴിക്കാൻ നിർത്തി. നല്ല ഫുഡും സർവീസും ഒക്കെ ആയിരുന്നു കഴിക്കാൻ നിർത്തിയെടുത്ത്. പക്ഷേ ബസ് ക്ലീനും കാര്യവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബസ് മാനേജ് ചെയ്യുന്ന കുറെ പാണ്ടികളാണ്. ഈ ബസ്സിന്റെ പേരെന്ന് പറയുമ്പോൾ കൃഷിയാണ്. ഈ പാണ്ടികളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് ബോധവും പൊക്കണമൊന്നും ഇവന്മാർക്കില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഞാൻ ഈ ബസ്സിൽ കണ്ടോളൂ. കയറുമ്പോൾ തന്നെ കുടിക്കാൻ വെള്ളം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബെഡ്ഷീറ്റ് പില്ലോ എല്ലാം ഓക്കെ ഇരിക്കുന്നു. പക്ഷേ ഒരു പൊലാടി മോൻ ബസ്സിൽ ബബിൾക്ക് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അവൻ്റെ സ്വന്തം മുതലായിരുന്നെങ്കിൽ അവ ഇത് ചെയ്യത്തില്ലായിരുന്നല്ലോ. വല്ലോൻ്റെ മുതലായതുകൊണ്ടല്ലേ അവ ഈ കുത്തിക്കഴപ്പാണിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ളവന്മാരെ അണ്ടി അങ്ങ് വെട്ടിക്കളയണം. അപ്പോൾ അവന്മാരെ കഴപ്പങ്ങ് തീരും. പിന്നെ ബസ് ഓവറോൾ ഒക്കെ ഇരുന്ന് ഈ ബസ് ഓക്കെ ടീക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മണിയറ പോലെ ഇരുന്ന് ബസ്സിന്റെ AC വെന്റും എല്ലാം സ്വിച്ചസും എല്ലാം വർക്കിംഗ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇവന്മാർക്ക് ഈ വൃത്തി എല്ലാം കാര്യം ബസ്സിന്റെ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇവന്മാർ ഫ്രണ്ടിൽ ഇരുന്ന് പകച്ചങ്ങ് വിടും. ജീവിക്കാൻ വയ്യ. അതിനകത്ത് കിടക്കണോ ഛർദ്ദിക്കണോ എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല. പിന്നെ നിങ്ങളുടെ തന്നെ ഒരു കാര്യം പറയാണ്ട്, ഈ ചാനൽ കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അടുത്ത വീഡിയോ എന്ത് ചെയ്യണമെന്ന് കമന്റും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരെ ബൈ ബൈ ഗൈസ്, ലവ് യു.